ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ നൂഡിൽസ് കൊണ്ടുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഞാനിവിടെ 2 പീസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ആ നൂഡിൽസിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ക്യാരറ്റ് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തോരൻ അരിയേക്കാട്ടി ഇച്ചിരി കൂടെ വലുപ്പത്തിൽ ഒരു പകുതി സവാള ചെറുതായിട്ട് നുറുക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഓരോ പീസ് നുറുക്കിയത്, ഒരു മുട്ട. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം. ഒരു പാൻ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി ചൂടാക്കിയ ശേഷം 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായ ശേഷം നമ്മൾ കൊത്തി നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി. നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ കൂടെ ആഡ് ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഇഞ്ചിയൊക്കെ ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇടാം. ഇപ്പോൾ കുട്ടികൾ കഴിക്കണതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. അടുത്ത് നമ്മളിവിടെ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സവാളയുടെ കേസും ഇതുപോലെ തന്നെ ചില കുട്ടികൾക്ക് സവാളയൊന്നും തീരെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സവാളയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങളുടെ കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രത്യേകം കുക്ക് ചെയ്ത ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ചിലപ്പോൾ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത ശേഷം ആഡ് ചെയ്യുമ്പോൾ ക്യാരറ്റ് പെട്ടെന്ന് ഉടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നൂഡിൽസ് കഴിക്കുമ്പോൾ ആ ക്യാരറ്റ് ഇങ്ങനെ ക്യൂബ്സായിട്ട് ആ പീസായിട്ട് കിടക്കത്തില്ല. ഒത്തിരി അങ്ങ് മെൽറ്റായി പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിലിൽ തന്നെ ആ ക്യാരറ്റിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഓയിലിൽ കിടന്ന് ക്യാരറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സവാളയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള മസാലാസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പിഞ്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നൂഡിൽസൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ സെപ്പറേറ്റ് മസാലാസ് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ അതൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ടയുടെ വൈറ്റും യെല്ലോയും എല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യാരറ്റൊക്കെ ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊന്ന് ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് അതൊന്ന് പിടിക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് പകുതി വേഗമാകുമ്പോൾ നമ്മൾ അതിനെ ഇളക്കി കൊടുക്കുക. നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തൊക്കെ എടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ അത് മുട്ട വേകുന്നതിൻ്റെ പാകം അനുസരിച്ച് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കതിനെ ഉടച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് അതിനെ നുറുക്കിയെടുക്കുക. നല്ലപോലെ നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ നമുക്കതിനെ മാറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ക്യാരറ്റും സവാളയും അതിലിട്ടിരിക്കുന്ന മസാലാസും എല്ലാം കൂടെ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മുട്ടയിൽ ആ മസാലാസ് എല്ലാം കൂടെ എന്ത് ചെയ്യണം, പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് പൊടികളെല്ലാം കൂടെ മുട്ടയിലോട്ടും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇനി നമ്മളിത് വേവിക്കാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ട് മൂത്ത് വന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം കൂടി പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളെ നൂഡിൽസ് കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ 2 പീസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അതിനൊരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ മസാലാസ് എല്ലാം അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമുക്ക് തിളച്ച് കിട്ടണം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഞാനത് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് കിട്ടും. അപ്പോൾ അതിവിടെ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുകയാണ്.
ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പീസ് നൂഡിൽസ് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്താണ് ഇടുന്നത്. ഒത്തിരി നമ്മളതിനെ നുറുക്കി ഇടണ്ട, എന്നാൽ ആ നൂല് പോലുള്ള ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. അങ്ങനെ പൊടിഞ്ഞ് ഒരുപാട് ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിൽ ഒന്ന് മുക്കി വയ്ക്കുക. അപ്പോൾ അതിനകത്തുള്ള സവാളയും ക്യാരറ്റും അതിലൊട്ടിക്കുന്ന മസാലാസും എല്ലാം തന്നെ ഈ നൂഡിൽസുമായിട്ട് കിടന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ചു വെച്ചും വേവിക്കാം. ഞാനിവിടെ എല്ലാം തുറന്ന് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞ് നല്ല പാകത്തിന് നൂഡിൽസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും സ്റ്റിക്കി ആയിട്ടില്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നൂല് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ഡ്രൈ ആവാൻ പാടില്ല നൂഡിൽസ് ഒരിക്കലും. വെറ്റ് ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ നൂഡിൽസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വേണം നൂഡിൽസ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്